ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ ഇതൊക്കെ? ക്ലാരമ്മ ഇത് ഞാൻ തന്നെയാ ക്ലാരമ്മ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ക്ലാരമ്മ എന്താ ഈ വേഷത്തില്? ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്നതല്ലേ? ഇത് കൂടോത്രം തന്നെയാ. കൂടോത്രമൊന്നും അല്ല, മർമാണി പ്രയോഗം. ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ സായിപ്പ് പൂജമോളെ വെടിവെച്ച് കൊന്നേനെ. കടുവ വീട്ടിലേക്ക് ഓടി കയറിയപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി ആരും പേടിക്കണ്ട. ഞാനും എന്റെ മർമാണി പ്രയോഗം ഇവിടെ ഉള്ളിടത്തോളം കാലം പൂജമോളെ എന്നല്ല, ഈ ചെമ്പകശ്ശേരിയിലെ ഒരാളെ ആരും ഒന്നും ചെയ്യില്ല. ഒരു ചക്ക വീണ് മേലെ ചത്തുവെന്ന് വെച്ചേ എപ്പോഴും ചക്ക വീണ് മേലെ ചാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഓ ഗോമതി, ക്ലാരമ്മ ഉള്ളതുകൊണ്ട് എന്റെ പൂജമോള് രക്ഷപ്പെട്ടു. ആ എന്താ സുജാതെ? ഒരു പ്രശ്നം പറ്റി സർ. എന്താടോ? എന്താ പറ്റിയേ? കൈയൊക്കെ മുറിഞ്ഞല്ലോ. പിന്നെ വെപ്രാളത്തിൽ ഞാൻ സ്കൂട്ടറിൽ നിന്ന് വന്ന് വീഴുകയും ചെയ്തു. താൻ ഒരു കാര്യം ചെയ്യ്, താനേ അകത്തേക്കല്ലേ, അമര കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ പെട്ടെന്നില്ലേ ചെല്. ഹലോ, അവര് പോയി. അത് ഞാൻ ഡീൽ ചെയ്തോളാം. താമ്പാ. സുജാതെ, താനേ ഒന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയിട്ടോ. ശരി. ദത്തണ്ണ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കിന്നറിയോ? അതുപോലെ അമ്മി, നമ്മുടെ സുജാതയില്ലേ? മിണ്ടി പോരുത്. അവളുടെ പേര് നീ ഈ വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ തമ്മിൽ അടിച്ചു പിരിയും. വെറുതെ നല്ലൊരു ഓണക്കാലം കൊളവാക്കി കളയരുത്. എടി ആമി, നിന്നേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സുജാതേ, ഈ ഒരു ഒറ്റ വിചാരം മാത്രം നിങ്ങൾക്കുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞു, അവളുടെ കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നു പോരുതെന്ന്. അല്ല അത് ആമി, എന്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? അവളുടെ പേര് കേട്ടപ്പോ തന്നെ ഇങ്ങനെ. ഇക്കണക്കിന് അവൾ ഇവിടെ ഉണ്ടെന്ന് കാണും. ഇവളറിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും.
എത്രയും പെട്ടെന്ന് ആമി അറിയാതെ അവളെ പാക്ക് ചെയ്യണം ഇവിടുന്ന്. അളിയാ നശിച്ചവന് വരാൻ കണ്ട സമയം. എന്താടാ എന്താണ് അളിയ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളി ഉറച്ച ചവിട്ടം വെച്ചാന്നുണ്ടല്ലോ. പോ ആ അളിയാ മനസ്സിലായി ഇന്നലത്തെ പോലെ വെള്ളടിക്കാനുള്ള പരിപാടിയല്ലേ? ആണെങ്കിൽ നിനക്കെന്താ, നീ നിന്റെ കാര്യം നോക്കി പോ. അളിയാൻ പേടിക്കണ്ട, ഞാൻ ഇന്നലത്തെ കുടിയൊക്കെ നിർത്തി. ഇനി കുടിച്ച കൊന്നളയെന്ന പൂജ പറഞ്ഞേക്കണേ. ഞാൻ അളിയനെ പോലെയൊന്നുമല്ല, നല്ല അനുസരണമുള്ള ഭർത്താവാ. ഓ ആയിക്കോട്ടെ. ആ എന്നാ പിന്നെ അളിയൻ ചെല്ലു. അളിയന്മാരായി ഇങ്ങനെയുണ്ട്. ഭാര്യമാരെ പോലും പേടിയില്ലാന്ന് വെച്ചാ ആഭാസൻ, അട്ടഹാസൻ, മദ്യപാനി. ഞാൻ പക്ഷേ ഭയങ്കര ഡീസന്റാ. ആ പൂജ, മൈ ഡിയർ പൂജക്കുട്ടി, ഐ ആം കമ്മിങ്. ഇവളിതോടെ പോയി? ഏത് ബാത്റൂമിലാണെന്നോ കയറിയത്? അയ്യോ 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 ദൈവമേ, ഇപ്പം എന്ത് ചെയ്യും? ഇവിടെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? പുറത്തേക്ക് ഇറങ്ങി വിടാനും പറ്റില്ല. അകത്തിരിക്കുന്ന ആമി കണ്ട് അതിലും കുഴപ്പമാവും. അയ്യോ ഞാൻ എന്ത് ചെയ്യും? എന്താ സർ, അവന്മാർ അന്വേഷിച്ച് വീണ്ടും എത്തിയോ? സാർ എന്തായി കാണിക്കുന്നേ? എന്നെ ഉപദ്രവിക്കില്ലേ സർ? സാറിനെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ അത്തരക്കാരിയൊന്നും അല്ല സർ. താനെന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ സാർ ഇത്? പുറത്തുള്ളതിനേക്കാൾ കുഴപ്പമായി പാകത്ത്. എന്തു പറ്റി സർ? അയ്യോ പറ്റാ, ഇനി വേറൊന്നുമില്ല. ഞാനിതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം പറയട്ടെ. എന്ത് രഹസ്യം? അത് പിന്നെ എന്റെ ഭാര്യക്ക് എന്നെയും തന്നെയും സംശയ. സാർ എന്തായി പറയുന്നേ? അത് ഇപ്പൊ വിശദമായിട്ട് പറയാനുള്ള സമയം ഇപ്പൊ ഇല്ല. ഏത് നിമിഷം അവൾ ഇങ്ങോട്ട് കയറി വരും. നമ്മളെ ഒരുമിച്ച് ഈ മുറിക്കകത്ത് കണ്ട ഈ വർഷത്തെ ഓണം മാത്രമല്ല, വരുന്ന എല്ലാ കൊല്ലത്തെ ഓണം കലക്കി കൈ തരും. അതുകൊണ്ട് സുജാത എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? അത് ഈ പറയുന്നത് മര്യാദകേടാണെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. എന്താ സാർ? അത് ഈ താൻ എന്നോടൊന്ന് സഹകരിക്കണം. അത് അയ്യ അതല്ല, തൽക്കാലം താൻ ഇവിടെ എവിടെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കണമെന്ന്. അത്രയുള്ളോ? അയ്യോ അവള് വന്നെന്നാ തോന്നുന്നേ. സാർ ഞാൻ ഇനി എവിടെ വിളിക്കും? താനെ ബാത്റൂമിലേക്ക് അയ്യോ അല്ല സാറേ, അപ്പൊ ചേച്ചി വന്ന് ഇവിടെ നോക്കിയാലോ? ചേച്ചി നോക്കാതെ ഞാൻ നോക്കിയോളാം. താൻ പോ, കേറ് കേറ് അകത്ത് കേറ്, ഡോറടയ്ക്ക്. നീയായിരുന്ന? ഏട്ടൻ വിചാരിച്ചത് എന്താ? അല്ല അത് ഏട്ടത്തിയമ്മയാണെന്നോ? അതെ അതെ. നിങ്ങളുടെ റൊമാൻസ് ഇതുവരെ അസ്തമിച്ചില്ലേ? നീ ചെല്ല്. എന്നെ പറഞ്ഞയക്കാൻ ഏട്ടൻ എന്താ ഇത്ര വെപ്രാളം?